സുന്നത്തിലേക്കും മടക്കണം. ആ ഖുർആനിലേക്കും സുന്നത്തിലും നമ്മൾ എത്തി. ആ ആയത്തിനെ കുറിച്ച് രണ്ടഭിപ്രായം, ഹദീസിനെ കുറിച്ച് രണ്ടഭിപ്രായം. അവിടെ ഖുർആൻ അത് കൃത്യമാക്കി, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈ ആയത്ത് നിന്റെ ബുദ്ധിക്കനുസരിച്ചല്ല, ഈ ഹദീസ് നിന്റെ ബുദ്ധിക്കനുസരിച്ചല്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ആ ആയത്തോതിയ റസൂലുള്ളയും അവിടുത്തെ ചുണ്ടുകൾ ചലിക്കുന്നത് നോക്കി നിൽക്കേ, അവിടുത്തെ കണ്ണുകളുടെ ഭാവങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ആ ആയത്ത് കേട്ട സ്വഹാബത്തും ഈ ആയത്ത് കൊണ്ട് എന്ത് മനസ്സിലാക്കി, ഈ ആയത്തിൽ നിന്ന് ഏതൊരു മാർഗമാ അവർ പിൻപറ്റിയത്, അതാണ് ആ ആയത്തിന്റെ ഏറ്റവും ശരിയായ വ്യാഖ്യാനം. അപ്പോൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുമ്പോൾ ആ ഖുർആനും ഹദീസും എങ്ങനെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്ന് ഖുർആൻ തന്നെ പറയുന്നു, ഹദീസും പറയുന്നു. ആ മാർഗം തെറ്റിപ്പോയാൽ, ഉദാഹരണം, ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി മുമ്പ് ചേകനൂർ മൗലവിയും CN ഒക്കെ പറഞ്ഞ ഒരേ കാര്യം, അതേ കാര്യം വേറൊരു രൂപത്തിൽ പറഞ്ഞു. എന്താണ്? അദ്ദേഹം ഒരു പുസ്തകത്തിൽ, ഒരു പ്രസിദ്ധീകരണത്തിൽ, കോയക്കുട്ടി ഫാറൂഖി ചീഫ് എഡിറ്ററായ ഒരു പ്രസിദ്ധീകരണത്തിൽ താടിയെ കുറിച്ചൊരു ലേഖനം എഴുതി. നല്ല താടിയുള്ള ഒരു മനുഷ്യന്റെ ചിത്രം കൊടുത്തു. എന്തിന് എന്ന് ലേഖനം വായിച്ചാൽ മനസ്സിലാകും. സമൃദ്ധമായ താടിയുള്ള ഒരു മനുഷ്യന്റെ ഫോട്ടോ, ആ താടിയെ പരിഹസിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, താടി വല്ലാതെ വളർത്തി വികൃത രൂപമുണ്ടാക്കിയാൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെടണം. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അള്ള പറഞ്ഞിട്ട് പടച്ചോന് ചൊറുക്കാണ് ഇഷ്ടം, നല്ല പിന്നെ ഭംഗിയാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ഹദീസ് ഉണ്ടായിരിക്കെ താടി വല്ലാതെ നീട്ടി വളർത്തിയാൽ അതൊരു പക്ഷേ ശിക്ഷിക്കപ്പെടാൻ കാരണം ഈ ഹദീസിനെതിരാവും. സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മുടെ വിവരക്കേട് കൊണ്ട് നമ്മളും പറയുണ്ടാവും, എന്താ ഈ താടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട്, അള്ളാഹു ഭംഗിയുള്ളവനാ യുഹിബുൽ ജമാലിന് ഹദീസ്, എന്താണിത്? അപ്പൊ എന്താ മൂപ്പരെ ക്ലീൻ ഷേവിന് കാരണം, അല്ലെങ്കിൽ പിന്നെ താടി പിന്നെ ഇല്ലാത്ത അവസ്ഥ പറയാനുള്ള കാരണം? ഹദീസ്. ശരി, നാം ഈ ഒരൊറ്റ ഉദാഹരണം എടുത്ത് വ്യതിയാനത്തിന്റെ മാർഗത്തെ മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാകാൻ പടച്ചോൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസ് പറഞ്ഞതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതാരാ? സംശയമില്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുത്തെ മുഖത്ത് നെഞ്ചിലേക്ക് താഴ്ന്നു നിൽക്കുന്ന താടിയുണ്ട്. ഈ ഹദീസ് കേൾക്കുന്ന സ്വഹാബത്തിന്റെ മുഖത്തും നെഞ്ചിലേക്ക് താഴ്ന്നു നിൽക്കുന്ന താടിയുണ്ട്. അപ്പൊ നമ്മൾ പറയണം, റസൂലുള്ളാഹിക്ക് അത് മനസ്സിലായില്ല. ഈ ഹദീസിനെതിരിൽ ഹബീബ് നിലകൊണ്ടു എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഈ രൂപത്തിലാണെങ്കിൽ ഉടൻ തന്നെ എവിടെയാണോ താടി പഠിക്കാനുള്ള സൗകര്യം അവിടെ പോയി ക്യൂ ഒന്നുമില്ല. ഇങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്, അല്ല ഭംഗി ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ഇടങ്ങറായി കിടക്കാണ്, ഞാനിങ്ങനെ 24ാം താളായിട്ട് ക്യൂ നിൽക്കുകയാണ്, ഒന്ന് ക്ലീൻ ചെയ്വായി കിട്ടാൻ. അപ്പൊ ഹദീസ് പ്രാവർത്തിയാക്കേണ്ട അങ്ങനല്ലേ? അങ്ങനെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസ്, ആ ഹദീസ് പറഞ്ഞ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും മനസ്സിലാക്കി തെറ്റിപ്പോയപ്പോൾ എന്തായി? അവരവരുടെ വ്യാഖ്യാനം അനുസരിച്ചായി. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് പറഞ്ഞത്, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഈ സദസ്സിൽ ഒത്തുചേർന്ന നൂറുകണക്കിന് ആളുകളിലേക്ക് ഒരായത്തോ ഹദീസോ അതിന്റെ അർത്ഥവും കൊടുത്തു. നിങ്ങൾക്ക് എന്തു മനസ്സിലായി എഴുതി തരണം. ഒരുപക്ഷെ ഈ സദസ്സ് തന്നെ ഒരായത്തിനെ പറ്റി 26 അഭിപ്രായം കിട്ടും. 26ഉം സ്വീകരിക്കാൻ പറ്റുമോ? അവിടെയാണ് പ്രഥമ സംബോധിതർ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ ആയത്ത് കൊണ്ട് എന്തു മനസ്സിലാക്കി, ഹദീസ് കൊണ്ട് എന്തു മനസ്സിലാക്കി, അതാണ് അതിന്റെ ഏറ്റവും ശരിയായ വ്യാഖ്യാനം. ഇവിടേക്ക് നമ്മൾ എത്തണം. ഇനി ബുദ്ധിയുടെ കാര്യമെടുത്താൽ, ഇസ്ലാം ബുദ്ധിയുടെ മതമല്ലേ? ഇസ്ലാം ചിന്തയുടെ മതമല്ല. അഫലാ തഅഖിലൂൻ അഫലാ യഖിലൂൻ അഫലാ യതദബ്ബറൂൻ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ എന്നൊക്കെ ഖുർആനിലുണ്ട്. ഖുർആൻ അത് പറഞ്ഞ് ചിന്തിക്കാനല്ലേ? ചിന്തിക്കാനാണ്. അത് നമ്മൾ അനുസരിക്കണം, ഒരു സംശയമില്ല. ഇസ്ലാം ബുദ്ധിയുടെയും ചിന്തയുടെയും മതമാണ്, ഒരു സംശയവുമില്ല. എന്തിനെ കുറിച്ചാ ചിന്തിക്കേണ്ടത്? അതും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്.
ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്നും നമ്മൾ കേട്ടു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അതെ, ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു, ഭൂമി എങ്ങനെ പരത്തപ്പെട്ടു. ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചാൽ കടലിന്റെ അടുത്ത് പോയി, റബ്ബനാ മാ ഖലഖത ഹദാ ബാതില, പടച്ചോനെ നീ ഇതിനൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക് നീ മഹാപരിശുദ്ധനാണ്, ഫഖിനാ അദാബന്നാർ നരകത്തിൽ രക്ഷപ്പെടുത്തണേ റബ്ബേ. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാനാ പറഞ്ഞത്. രാവിനെ പറ്റി പകലിനെ പറ്റി ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെടും, ദീനുണ്ടെന്ന് ബോധ്യപ്പെടും, അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം നിർബന്ധമാണെന്ന് ബോധ്യപ്പെടും, ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാകും. അതിനാണ് ചിന്തിക്കേണ്ടത്, അതിനാണ് ചിന്ത. അതല്ലാതെ ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്നു, എന്താ ഈ ഇലകളൊക്കെ പച്ച കളറായത്, മൂപ്പര് 71 കൊല്ലായി ചിന്തിക്കുന്നു, എന്താ ഈ ഇലകളൊക്കെ പച്ച, എന്താ ചോപ്പാവാത്തത്. മൂപ്പര് ഇനി 3 കൊല്ലം കൂടി ചിന്തിച്ചാലും ഒരിലയും ചോപ്പാവില്ല, ചോപ്പാകില്ല. അപ്പൊ ആ വിഷയത്തിലല്ല. അതുപോലെയാണ് വേറൊരാൾ ചിന്തിക്കുന്നു, പടച്ചോനെ ഈ സുബഹി 2 നല്ല ഫ്രഷ് ടൈം, അപ്പൊ 2 റക്അത്ത്. മനുഷ്യൻ തിരക്കോട് തിരക്കുള്ള അസർ 4. ശരിക്കും അവിടെ 2ഉം ഇവിടെ 4ഉം ആയിരുന്നല്ലോ. ഇവര് ഭയങ്കര ചിന്തകനാണ്. ഇവർ അതിനെ പറ്റി ഒരു ഗ്രന്ഥം എഴുതാൻ ഇങ്ങനെ തയ്യാറെടുത്തോണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ റഫർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സുബഹി 4ഉം അസർ 2ഉം ആവുന്നതിനെ പറ്റി. അത് ഏതുപോലെയാ, ഈ ഇലകളൊക്കെ എന്തേ ചുവപ്പാകാത്തത് ചിന്തിക്കും പോലെയാണ്. അത് അള്ളാന്റെ നിയമമാണ്. അപ്പൊ അവിടെ പോയിട്ടല്ല ഈ ചിന്ത. ചില ആൾക്കാർ എന്ത് ചെയ്തു, പ്രമാണത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചു. ആ പ്രമാണത്തെ പറ്റി, പ്രമാണത്തിലേക്ക് എത്താനാ ചിന്തിക്കാൻ പറഞ്ഞത്. ഇസ്ലാം ശരിയാണ്, ഖുർആൻ ശരിയാണ്, ഹദീസ് ശരിയാണ്, ഇത് പടച്ചോന്റെ അടുത്തുള്ളതാ, ഉറച്ച് എന്നാ പിന്നെ സമീന വാത്താന. ഈ ഖുർആൻ അള്ളാന്റെ അടുത്തുള്ളതാണെങ്കിൽ, ഈ ഹദീസ് അള്ളാന്റെ അടുത്തുള്ളതാണെങ്കിൽ ഞാൻ അനുസരിച്ചിരിക്കുന്നു. ഇനി ബുദ്ധി നമ്മൾ കൊടുത്തു. ഒരാൾ പറഞ്ഞു, പിന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട് മഹാനായ അയ്യൂബ് നബി, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അവിടുന്ന് പിന്നെ നമുക്ക് വിശദമായി പറയുന്നില്ല, പിന്നെ അദ്ദേഹം കടലിൽ എത്തി, മത്സ്യം വിഴുങ്ങി, കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം കൊണ്ടുപോയി. എന്നിട്ട് ഖുർആൻ പറയുന്നു, ആ മത്സ്യം കരക്ക് വന്ന് ഒരൊറ്റ തുപ്പെടുത്തു. ഒരാൾ പറയും, എന്താ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എന്താ ഈ പറയുന്നത്, മനുഷ്യൻ കടലിൽ വീണ തന്നെ മരിച്ചു. ഇനി കടലല്ല വീണ് മത്സ്യം വീങ്ങുകയും ചെയ്തു. എന്നിട്ട് ആഴിയിൽക്കാ പോയത്. എന്നിട്ട് പുറത്തുനിന്ന് ഒരൊറ്റ തുപ്പ്. അപ്പം പറയുന്നത് ഖുർആനായത്താ, പിന്നെ ആലോചിക്കാം. എന്നാ പിന്നെ ആലോചിക്കാന്ന്. ഇപ്പൊ ഖുർആനായത്താൻ ആദ്യം പറയാതെ പറഞ്ഞാൽ ചിലപ്പോ നിഷേധിക്കും. അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച പടച്ചോൻ, ആ മത്സ്യത്തെ സൃഷ്ടിച്ച പടച്ചോൻ, മത്സ്യത്തിന്റെ വയറ്റിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം എത്തി. അല്ലാഹ് തീരുമാനിച്ചു യൂനുസ് നബി മത്സ്യത്തിന്റെ ആമാശയം പ്രവർത്തിക്കേണ്ടതില്ല. കടലിന്റെ ആഴിയിൽ ആയിരക്കണക്കിന് ഇനം ജീവജാലങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന പടച്ചോൻ തീരുമാനിച്ചു യൂനുസ് നബി അലൈഹിസ്സലാമിന് ഓക്സിജൻ കൊടുക്കണം ആ മത്സ്യത്തിന്റെ വയറ്റിന്ന്. എന്താ പ്രശ്നം? പടച്ചോൻ എന്താ പ്രശ്നം? അപ്പൊ നമ്മളെ ബുദ്ധി വെച്ചാൽ ഖുർആൻ തള്ളേണ്ടി വരും. അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം ഉറങ്ങി, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ എന്ന് പറയേണ്ടി വരും. അങ്ങനെ അവരുടെ അന്നത്തെ പിന്നെ നാണയായി പോയി നോക്കുമ്പോ നാടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. 300 കൊല്ലം ഖുർആൻ പറഞ്ഞതാണ്. സൂറത്ത് കഹ്ഫ് നമ്മൾ ഓതാറില്ലേ വെള്ളിയാഴ്ചകളിൽ? അതേപോലെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടോ ഇല്ലേ എന്നതല്ല, ഹദീസ് സ്വഹീഹാണോ അത്ര നമുക്ക് അറിയേണ്ടുള്ളൂ. സ്വഹീഹാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും. ഏത് വിഷയം എടുത്താലും. ഈച്ച ജ്യൂസ് കേട്ടില്ലേ? ചേകനൂരിന്റെ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. കണ്ണൂരിലെ MLA ആയപ്പോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആദ്യമൊക്കെ രംഗത്ത് വന്നിരുന്ന എന്റെ സുഹൃത്തു കൂടിയായ അബ്ദുള്ള കുട്ടി, മുമ്പ് MP, ഇപ്പോൾ MLA, അദ്ദേഹം ഒരു നോമ്പിന് വിശദമായി സംസാരിച്ചു. പറഞ്ഞു ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ ചേങ്ങനൂരിന്റെ ബുക്കൊക്കെ വായിച്ച് ഈ ഈച്ച ജ്യൂസ് എന്നുള്ളൊരു വല്ലാത്ത പദപ്രയോഗം പറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഈച്ച വീണാൽ ഈച്ചന്റെ മറ്റേ ചിറകൂടി മുക്കിയാൽ ആ വെള്ളം തൊഹൂറാകും എന്നിങ്ങനെ ചേകനൂരിന്റെ ബുക്കിലൊക്കെ വായിച്ചത് പോയത്താണ്. ഈച്ച വീണാൽ തന്നെ നാശവും, പിന്നെ മുക്കിയെടുത്താൽ പിന്നെ അത് കൂടുതൽ മോശമാകല്ലേ ചെയ്യുക. ഞാനിതിങ്ങനെ പല സ്ഥലത്തും പാർട്ടി ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇന്റർനെറ്റ് പോയി നോക്കുമ്പോഴാണ് ഈച്ചന്റെ ഒരു ചിറകിൽ രോഗം മറ്റേ ചിറകിൽ ശമനമുണ്ടെന്ന് മനസ്സിലായി. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു.
അതുകൊണ്ട് ഞാൻ ആ ഹദീസിനെ കളിയാക്കിയ കാര്യത്തിൽ എനിക്ക് പുറത്തിട്ടാകുമ്പോൾ നിങ്ങൾ അള്ളാഹിനോട് ദുആ ഇറക്കണം. മൂപ്പര് അവിടെ എത്തി. നമ്മളെ ചില മനുഷ്യന്മാർ ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത്, ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹദീസ് സ്വഹീഹാണോ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഖുർആനും ഹദീസും രണ്ടും വഹിയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന ആശയപരവും സംഘടനാപരവുമായ പ്രശ്നങ്ങളുടെ എല്ലാം അതിൻ്റെയൊക്കെ അതിന്റെ ഐഡിയോളജിയുടെ ആശയത്തിന്റെ വിഷയത്തിന്റെ മർമ്മം വന്നു കിടക്കുന്നത് ഈ വിഷയത്തിലാണ്. പല കാരണങ്ങളാലാണ് പല വിഷയങ്ങളും ഉണ്ടാകുന്നതെങ്കിലും പ്രമാണങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ സംബന്ധിച്ച് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം. ആ കാരണത്തെ വ്യക്തമായി മനസ്സിലാക്കാനും പഠിക്കാനും അതിന് പരിഹാരം കാണാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാവരും മുന്നോട്ട് വന്നു. കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണത്. കുറച്ചിങ്ങനെ കേട്ടുക്കും, എന്നാ പിന്നെ ഇറങ്ങി എന്നെ പഠിക്കന്നെ, അവർക്കൊക്കെ വിജയിക്കാനും കഴിയും. മുജാഹിദുകൾ കേട്ടിരുന്നു, കുറച്ച് വിഷമൊക്കെ ഉണ്ടായി, എന്നാലും നിങ്ങൾ ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. ശരി, നിങ്ങൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ പഠിച്ചു. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും മഹലിൽ നിന്ന് പുറത്താക്കി, ഖബർ ഇവിടെ വെക്കൂല, എനക്ക് കല്യാണാചന പഠിക്കും ഇങ്ങോട്ട് വരികയാണ്ടി എന്നൊക്കെ പറഞ്ഞു കാണിട്ട് ഭീഷണിപ്പെടുത്തിട്ടാണ് ഞാൻ ഇതിൽ നിന്നത്. അതൊക്കെ വരുമ്പം കാണാം പടച്ചോ മോളുണ്ടല്ലോ വിചാരിച്ചിട്ടാ. ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടെ പ്രശ്നം, ആ പ്രശ്നം ഏറ്റുവാങ്ങി എനിക്ക് ഇതാ പ്രശ്നം എടുക്കുക, ഏതാ പ്രശ്നം എടുക്കൂ. മുജാഹിദുകൾ പഠിക്കാൻ തുടങ്ങി, പ്രമാണങ്ങൾ വെച്ച് ഓരോ വിഷയവും പഠിക്കാൻ തുടങ്ങി. ഞാനൊക്കെ സലഫി മദ്രസയെ പഠിച്ചപ്പോ സിഹറൊക്കെ അങ്ങ് വായിച്ചു പോയിട്ടേ ഉള്ളൂ. മഹാഭാവങ്ങൾ ആകുന്നു അങ്ങനെ പറഞ്ഞ് 2 സിഹിർ കഴിഞ്ഞ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ കുറെ കൂടെ എത്തിയപ്പാണ് ഭയങ്കര ബഹളം, സിഹിർ എന്താണ്, ആകെ സിഹിർ പോയത് അതൊന്നല്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ സിഹിറ പ്രശ്നം ഖുർആനിൽ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്, ഹദീസിൽ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? 10 മിനിറ്റ് കൊണ്ട് വിഷയം തീർന്നില്ലേ? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 102-ാമത്തെ ആയത്ത് ആരും പരിഭാഷ എടുത്തു നോക്കൂ. ഇതിനെ നിഷേധിക്കുന്ന ഒരു പ്രവണതയുമായി മുന്നോട്ട് വന്ന അബ്ദുസ്സലാം സുല്ലമി അടക്കമുള്ള ആളുകളുടെ സംഘം ഈ അടുത്തൊരു വലിയ സേവനം ചെയ്തു, വലിയൊരു കാര്യം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ കൂട്ടത്തിൽ പശ്ചാത്താപത്തിന്റെ നാമ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കാം 2002 ചില വിഷയങ്ങളുമായി മാറി നിന്ന ആളുകൾ ഒരു പശ്ചാത്താപത്തിന്റെ ഭാഗമായിരിക്കാം മുഹമ്മദ് അമാനിമോരുടെ ഖുർആൻ പരിഭാഷയുടെ മഹത്വം ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക സെമിനാർ മലപ്പുറം ജില്ലയിൽ നടത്തി. വിസ്മയകരമായ ഒരു എഴുത്താണത്, അത്ഭുതകരമായ ഒരു എഴുത്താണത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആൻ പരിഭാഷയിൽ ഈ 2:102 ഒന്ന് വായിച്ചു നോക്കൂ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച കാര്യം വിശദമായി അവിടെ സിഹർ ഉണ്ടെന്നും അത് ഫലിക്കുമെന്നും എല്ലാം വിശദമായി അവിടെ ഖുർആൻ നമുക്ക് കാണാം. ഇനി 113-ാം അധ്യായം സൂറത്ത് ഫലക്കിന്റെയും സൂറത്ത് നാസിന്റെയും വ്യാഖ്യാനം എടുത്തു നോക്കൂ. അവിടെയും കാണാം സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബുഹാരി മുസ്ലിം ഹദീസുകളിൽ കാണാം സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഞാൻ ആ വിഷയങ്ങൾ വിശദീകരിക്കുന്നില്ല. ആർക്കെങ്കിലും ഇനി ബോധ്യമായില്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ അപ്പൊ പറയാം. കാരണം അതിനൊരു 10 മിനിറ്റ് എടുക്കും, അത്ര സമയം നമുക്കില്ല. കാരണം ആളുകൾ പഠിച്ചു കഴിഞ്ഞു ആ വിഷയം. അപ്പോൾ എന്താ അതിന്റെ സമ്മറി? സിഹർ ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല, പകരം ചെയ്യാൻ പാടില്ല, കാഫറായി പോകും, ഇസ്ലാം അത് പുറത്തു പോകും. അതേപോലെ സിഹിർ തന്നെ ഇല്ല എന്നും പറയരുത്, അതും കുഫ്റാണ്. കാരണം ഖുർആനിലും ഹദീസിലും വ്യക്തമായ കാര്യം വന്നിട്ടുണ്ട്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. സിഹിർ യാഥാർത്ഥ്യമുണ്ടോ? യാഥാർത്ഥ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം? അതും ഖുർആനിലും ഹദീസിലും വ്യക്തമായി നമുക്ക് കാണാം. ആ പരിഹാര മാർഗമാണ് ചെയ്യേണ്ടത്, അല്ലാതെ അന്ധവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് പോവുകയല്ല. അത്രയും മാത്രം അവിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞു ചുരുക്കുന്നു. ചോദ്യോത്തരമുണ്ടല്ലോ, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ചോദിക്കാം, സമയപരിധി വെച്ചുകൊണ്ട്. അപ്പൊ ആ വിഷയം അവിടെ തീർന്നു. ജിന്ന് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്ന്. ആ സൂറത്ത് ഞാൻ ഓതുല അറിയാൻ പറ്റുമോ? ആ സൂറത്ത് എനിക്ക് വേണ്ട അറിയാൻ പറ്റുമോ? ഖുർആനിലെ സൂറത്തിന്റെ പേരാ സൂറത്ത് ജിന്ന്. ഖുർആനിൽ ജിന്നുകളെ കുറിച്ച് എന്ത് പറയുന്നു, ഹദീസിൽ ജിന്നുകളെ കുറിച്ച് എന്ത് പറയുന്നു, പഠിക്കാൻ ഒരു 10 മിനിറ്റ് ചെലവഴിക്ക്, പ്രശ്നം അവിടെ തീരും. ഈ പുസ്തകം കണ്ടോ, ജിന്നും ഷെയ്ത്താനും. ഈ പുസ്തകം പഠിത്തിറങ്ങിയല്ല. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നൽകിയ ഒരു വിശദീകരണ കുറിപ്പ് കേരള നേതൃത്വം പുസ്തകമാക്കിയതാ. കാരണം ആ പരിഭാഷ തേടി പിടിച്ച് ആ പേജിലെത്താനൊന്നും വിഷമിക്കണ്ട, ഇതാ പ്രത്യേകം തരാം. പുസ്തകത്തിന്റെ പേര് തന്നെ ജിന്നു ഷെയ്ത്താൻ. ഇത്
1960-കളിൽ എഴുതപ്പെട്ടതാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി അന്ന് കൊടുത്തതാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ നിലക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ശരിയായ രൂപം എന്താണോ അത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇത് പറഞ്ഞപ്പോൾ പ്രാമാണികമായി ഇതിന് വിശദീകരണങ്ങൾ വന്നപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലരുണ്ടായി. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഇവിഷയത്തെ അന്ധവിശ്വാസമാക്കി അവതരിപ്പിച്ചു. സിഹിർ പലിക്കുമെന്നത് അന്ധവിശ്വാസമാകുന്നു, ജിന്നുബാധ ഉണ്ടാകുമെന്നത് അന്ധവിശ്വാസമാകുന്നു. ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ. അതുപോലെ ഒരൊറ്റ ഉദാഹരണം, തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും. ഇത് മുജാഹിദ് പ്രസ്ഥാനം 2002 പിരിഞ്ഞു പോയവരും കൂടി ഒന്നിച്ചുള്ളപ്പോൾ, ഒരു പ്രശ്നവുമില്ലാത്ത കാലഘട്ടത്തിൽ ഔദ്യോഗികമായി യുവതയിലൂടെ പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്ക് നൽകിയൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അവിടുത്തെ വിയർപ്പിന്റെ പ്രത്യേകത പഠിപ്പിക്കുന്നു. 2002 മുമ്പ് തന്നെ യുവത അവരാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ ഹദീസുകൾ അംഗീകരിക്കുന്നവർ അന്ധവിശ്വാസികളാണെന്നാണ് പിന്നീട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ ബോഡി വേസ്റ്റ് ആകുന്നു എന്ന് ഒ അബ്ദുള്ള സാഹിബ് തേജസ്സിൽ ലേഖനം എഴുതി. സമാനമായ ലഘുലേഖ ഇറക്കി ബഹുമാന്യരായ മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ കേരളത്തിലെ പള്ളികളിൽ ഒന്നാകെ വിതരണം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞങ്ങളും അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് മുടി കളയുമ്പോൾ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടി. പോയടാ വിടുന്നു, എന്റെ മുടിക്ക് തിക്കും തിരക്കും കൂട്ടുക എന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും കുറച്ച് കൊടുക്ക്. ആ മുടി അവർ പൂജിച്ചില്ല, ആ മുടിയോട് അവർ പ്രാർത്ഥിച്ചില്ല, ആ മുടി അവർ ആരാധിച്ചില്ല, ആ മുടി വെക്കാൻ ഒരു റൂം പോലും അവർ മാറ്റിവെച്ചില്ല. എന്നാൽ അവരുടെയും എന്റെയും മുടിയെപ്പോലൊരു മുടിയായിട്ട് അവർ അതിനെ കണ്ടില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖിന്റെ മുടിക്ക് ആ പ്രത്യേകത ഒരു കൊടുത്തിട്ടില്ല. ഇത് സ്വഹീഹായ ഹദീസാണ്. ആ പ്രത്യേകത ഹദീസിൽ അള്ള പറഞ്ഞതാ. അള്ള പറയാതെ മുടി എല്ലാവർക്കും കൊടുക്കുന്നു ഹബീബ് പറയില്ല, അവിടെയാ പ്രശ്നം. അപ്പോൾ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് വഹീനെ തള്ളലാകുന്നു. അപ്പൊ അവിടെ അത് അന്ധവിശ്വാസമാണ്. അപ്പൊ ഖുർആനും ഹദീസും പഠിപ്പിച്ച തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങളെ അന്ധവിശ്വാസമാക്കി അവതരിപ്പിച്ചു. അങ്ങനെയാണ് 2002 ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് സംഘടനക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. അന്ന് നേതൃത്വം നൽകിയ ബഹുമാന്യ APA-യും TPM ഒക്കെ കുറിച്ച് ബഹുമാന്യ അബ്ദുസ്സലാം സുലമി ഒരു സമസ്തയുടെ വാരിക കൊടുത്തത് മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ. കാരണം എന്താ? AP അബ്ദുൽ ഖാദർ മൗലവി സിഹ്റു പലിക്കുന്നു പറഞ്ഞ ആളാണ്. സിഹ്റു പലിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാകും. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഭാഷയിൽ ജിന്ന് അഭൗതികമാണ്. ജിന്ന് അഭൗതികമാണ്. അപ്പൊ അഭൗതികമായ ഉപദ്രവം ജിന്നുണ്ടാക്കുന്ന വിശ്വസിച്ച ശിർക്കാകും. സിഹ്റു പലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. മലക്ക് യുദ്ധത്തിൽ ഇറങ്ങുന്ന വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാഷയിൽ മലക്ക് അഭൗതിക, അഭൗതിക സഹായം പടച്ചോനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ തന്റെ വാദം പൊളിയും. അപ്പൊ പിന്നെ അത് ശിർക്കാക്കി. ഇങ്ങനെ തൗഹീദിൽ തന്നെ തകരാറ് വന്നു. ആ തകരാറിന്റെ അടിസ്ഥാനത്തിൽ മൗലവിയുടെ പേര് ചേർത്ത് മുശ്രിക്കുകൾ എന്ന് പച്ചയായി സംസ്ഥാനത്ത് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? അന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ദഅവാ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം നേരത്തെ ചെയ്ത ദൗത്യത്തിന്റെ തുടർച്ചയായി പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓരോ വിഷയത്തിൽ, ജിന്ന് വിഷയത്തിൽ, സിഹിർ വിഷയത്തിൽ, ഏതൊക്കെ ഹദീസുകൾ നിഷേധിച്ചു ആ വിഷയത്തിൽ ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലഘട്ടത്തിലും മുൻകാലഘട്ടത്തിലും ഒക്കെ നൽകിയ വിശദീകരണങ്ങൾ നമുക്ക് ഒന്നിച്ച് അംഗീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളും തെളിവിന് കാണിച്ചു കൊടുത്തു. അപ്പൊ മുജാഹിദുകൾക്കൊക്കെ സംഗതികൾ മനസ്സിലായി. പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ ഉത്തരം മുട്ടിയപ്പോൾ 2007 AP അബ്ദുൽ ഖാദർ മൗലവിയും TP അബ്ദുൽ കോയ മദനിയും അടക്കം അന്ന് നേതൃത്വം നൽകിയ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞു ജിന്നൂരികൾ. 2007 ആലപ്പുഴയിൽ വെച്ച് ജിന്നൂരികൾ എന്ന് വിളിക്കാൻ കാരണം ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ മുഴുവനും അംഗീകരിക്കുന്നു എന്ന നിലപാടുകൊണ്ട് 2007 ആ വിളി വന്നു. ജിന്നുവാദികൾ എന്ന് ഷബാബ് എഴുതി മുജാഹിദുകളെ കുറിച്ച്. പിന്നീട് നമ്മൾ കാണുന്നത് കാലം മുന്നോട്ട് പോയി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന ആളുകൾ കേന്നമുവിടാണ്, ഞങ്ങളൊക്കെ അവിടെ തന്നെ, വിഷയമൊന്നും പഠിച്ചിട്ടല്ല. അവരുടെ മനസ്സിലുള്ള ഹദീസ് നിഷേധവും എല്ലാം പുറത്തു വന്നപ്പോൾ ആ മടവൂർ വിഭാഗത്തിന്റെ ബഹുമാന്യനായ നേതാവ്, ഞാൻ നേരത്തെ മുഹമ്മദ് അമാനി മൗലവിയുമായി ബന്ധപ്പെട്ട പരിഭാഷയുടെ വിഷയം പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു
ഏറ്റുപറയൽ. ബഹുമാന്യനായ ഹുസൈൻ മടവൂർ അദ്ദേഹം മക്കയിൽ പോയപ്പോൾ അവിടെ വെച്ച് ഹറമിൽ വെച്ച് അദ്ദേഹം ഒരു കത്തെഴുതി. ബഹുമാന്യനായ അഹമ്മദ് അലി മദനി മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനം 2013 ജൂൺ 15 അവരുടെ ഔദ്യോഗികമായ പത്രം ബഹുമാന്യനായ മടവൂരിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചു. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാകുമോ? അപ്പോൾ ഒന്നാകാൻ പറ്റാത്ത തരത്തിലുള്ള ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? ബഹുമാന്യനായ AP അടക്കം മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ദേശാഭിമാനിക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇവരൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം അദ്ദേഹം പിൻവലിക്കുകയാണ്. അദ്ദേഹം അവിടെ വെച്ച് എഴുതുന്നു, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മൗലവി പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ആദർശം തൗഹീദാണ്. തൗഹീദിൽ ആർക്കും ഒരു കുറവും വന്നിട്ടില്ല. ശിർക്കല്ലാത്ത ഏത് പാപവും അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കും. അപ്പോൾ മുജാഹിദുകൾക്ക് തൗഹീദിൽ ഒരു കുറവും വന്നിട്ടില്ല. ഹറമിൽ വെച്ച് പറയാ. പിന്നെ എന്തിനായിരുന്നു 10 കൊല്ലം ജിന്നൂരികൾ, അന്ധവിശ്വാസത്തിലേക്ക് പോയവർ, ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ജിന്നിനോട് സഹായം തേടുന്നവർ എന്ന് 10 കൊല്ലം പറഞ്ഞ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന സ്വന്തം നേതാക്കന്മാരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ച് അതിലുള്ള പശ്ചാത്താപമാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണ്ടേ? അവർക്കത് മനസ്സിലായി എന്നല്ലേ? ഇനി സഹോദരങ്ങളെ, അങ്ങനെ അവർ മാപ്പ് പറഞ്ഞ് സ്വന്തം പത്രത്തിലൂടെ വ്യക്തമാക്കിയ കാര്യം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത് കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. നിങ്ങൾ വിളിക്കില്ല, ഞങ്ങൾ വിളിച്ചോളാം, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞ് 2012 കുറച്ച് ആൾക്കാർ പുതുതായിട്ട് വന്നു. എന്നിട്ട് മറ്റൊരാൾ നിങ്ങൾ വിശ്രമിക്കുക, നിങ്ങൾ കുറെ കാലം ഇങ്ങനെ നിങ്ങൾ വിശ്രമിക്കുക, ആ പണി ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം തെളിഞ്ഞു. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെയും റസൂലിനെയും ഉലിൽ അംറിനെയും നിങ്ങൾ അനുസരിക്കുക. ഈ ആയത്തിൽ 3 അനുസരണം പറഞ്ഞു, നേരത്തെ പറഞ്ഞു. എന്നാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കുക. ഇവിടെ ഉലിൽ അംറിനെ ഒഴിവാക്കി. മുജാഹിദുകൾ ഈ വിഷയമുണ്ടായപ്പോൾ സ്വീകരിച്ച സമീപനം ഇതായിരുന്നു. അഥവാ സംഘടന എന്തു പറയുന്നു, പ്രസ്ഥാനം എന്തു പറയുന്നു എന്നതല്ല. ഖുർആനിനും ഹദീസിനും അനുസരിച്ചാണോ പറയുന്നത്? കേൾക്കും. ഖുർആനിനും ഹദീസിനും എതിരാണോ? കേൾക്കില്ല. ഈ സമീപനമാണ് നാം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് 2012 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രമേയം അങ്ങ് പാസാക്കി, ഒരു സുപ്രധാനമായ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ മുജാഹിദുകൾ എന്തു പറഞ്ഞു? 10 കൊല്ലം അടൂർ വിഭാഗത്തിനെതിരെ KNM-നോടൊപ്പം നിന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ടല്ല നിന്നത്, ഇവിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് ഖുർആനിനും ഹദീസിനും എതിരാണ്. അതുകൊണ്ട് സംഘടനയല്ല വലുത്, സംഘടന ആദർശത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, സംഘടനയല്ല ആദർശമാണ് വലുത്. എന്നിട്ട് മുജാഹിദുകൾ തെളിയിച്ചു, സംഘടന തഖ്ലീദില്ല, സംഘടന എന്ത് പറഞ്ഞാലും സ്വീകരിക്കും ഇല്ല. ആദ്യമായി എഴുതപ്പെട്ട പ്രതിജ്ഞാവാചകത്തിൽ KNM-ന്റെ 1ാമത്തെ പ്രസിഡന്റ് KM മൗലവി പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നും നേതാക്കന്മാർ ഖുർആനിനും ഹദീസിനും എതിര് പറയാത്തിടത്തോളം കാലം അനുസരിച്ചു കൊള്ളാമെന്നുമുള്ള ആശയത്തിലുള്ള ആ പ്രതിജ്ഞാവാചകം, അത് ഇപ്പോൾ ആ പദമില്ലെങ്കിലും അവിടേക്ക് മുജാഹിദുകൾ തിരിച്ചുപോയി. അതുകൊണ്ട് നേതൃത്വം എന്ത് പറഞ്ഞാലും സ്വീകരിക്കില്ല. കാരണം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഉലിൽ അംറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസിലാണെങ്കിൽ അങ്ങനെ മുജാഹിദുകൾ ഒന്നിച്ച്, സംഘടനയും ആസ്ഥാനവും ഒന്നുമല്ല പ്രശ്നം, ഞങ്ങൾ നീ ജീവിക്കുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി. ഈ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളിൽ യാ ഇബാദല്ലാ ഐനൂനിയും ഒക്കെയായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞ് മുമ്പിൽ നിന്നൊരു വ്യക്തി, ആ വ്യക്തി ഖുർആനിനും ഹദീസിനും അനുസരിച്ച് കേരളത്തിൽ ദഅവാ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും അത് യഥാർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുകയും അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഏതായാലും ഇത്രയും കാലം മുമ്പിൽ നിന്ന ആളല്ലേ എന്ന് മുജാഹിദുകൾ നോക്കിയില്ല. ഞങ്ങൾക്ക് സംഘടനാ തഖ്ലീദ് മാത്രമല്ല, വ്യക്തിയെ തഖ്ലീദും ഇല്ല. മുജാഹിദുകൾ തെളിയിച്ചു. ഒരു അല്പകാലം കൊണ്ട് മഹാത്ഭുതങ്ങൾ.
ഈ ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു മഹാ മുജാഹിദ് സമൂഹത്തെ ഇന്ന് കേരളത്തിലെ 1,17,00,000 വീടുകൾ കയറിയിറങ്ങാനുള്ള കൃത്യമായ പദ്ധതി, നമ്മുടെ ജില്ലയിലെ പദ്ധതി ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞ ബുധനാഴ്ച തയ്യാറാക്കി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഈ സമൂഹത്തെ ഒരാൾക്കും ഒരു പണ്ഡിതനും തങ്ങളുടെ താല്പര്യമനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ അയാളെപ്പോലെ വിഡ്ഢി ലോകത്ത് വേറെ ആരുണ്ടാവില്ല. ഇത് പരലോകം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. ആ പരലോകം മുൻപിൽ കാണുന്നവർക്ക് മാത്രമേ ഇതിനോടൊപ്പം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന്റെ 2 ഭാഗവും 2 വിഷയങ്ങളിലായി ഇവിടെ സമർപ്പിച്ചു. അല്പം ചില കാര്യങ്ങൾ ബഹുമാന്യനായ ഫൈസൽ മൗലവി ഇവിടെ പറയും. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങൾ ആരംഭിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മുടെ സംരംഭം എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും ഈ പഠന സെഷനെ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫൈസൽ മൗലവിയെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. സഹോദരന്മാരെ, തൗഹീദുമായി ബന്ധപ്പെട്ട മേഖല വളരെ സംക്ഷിപ്തമായി മഗ്‌രിബിന് മുമ്പുള്ള സമയത്ത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ശേഷം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയുള്ള വശങ്ങളും അതോടൊപ്പം ഹദീസുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും നാം അറിയേണ്ടുന്ന ഏരിയകളുമാണ് ബഹുമാന്യനായ CP സലീം ഇവിടെ സംസാരിച്ചത്. ഇനി ഒരു ആമുഖ സംസാരം എന്നത് തൽക്കാലം മാറ്റിവെച്ച് ചോദ്യോത്തര സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് ഓരോ ചോദ്യങ്ങൾക്കനുസൃതമായി ആവശ്യമായ വിശദീകരണങ്ങൾ ആ സമയത്ത് ഞങ്ങളെ ആരെങ്കിലും സവാദ് സലഫിയോ അബ്ദുറഹ്മാൻ ഫാറൂഖിയോ അതല്ലെങ്കിൽ CP സലീമോ ഞാനോ ആരെങ്കിലുമൊക്കെയായി ഇൻഷാ അല്ലാഹ് വരുന്ന ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് മറുപടികൾ നൽകാം. എല്ലാ മുഖാമുഖത്തിലും സൂചിപ്പിക്കാറുള്ളത് പോലെ ദീനിയായ ഒരു മജ്‌ലിസാണ് എന്ന ഓർമ്മയോടുകൂടി ആയിരിക്കണം ചോദിക്കുന്നവരും ഉത്തരം പറയുന്നവരുമൊക്കെ ഈ വിഷയം ഉൾക്കൊള്ളേണ്ടത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. പറയാനും ജയിക്കാനും തോൽപ്പിക്കാനും ഒക്കെയുള്ള ഒരു വേദിയായി ഇതിനെ കണ്ട് ഇതിൻ്റെ ഒരു ബറക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതിനപ്പുറത്ത് ദീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന അതല്ലെങ്കിൽ നമ്മോട് മറ്റു പലരും ചോദിച്ച് നമുക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ പോയ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വേണ്ടത്. ചില ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. അതിൻഷാ നമുക്ക് സമയം അനുസരിച്ച് പിന്നേക്ക് വെക്കാം. നേർക്കുനേരുള്ള ചോദ്യങ്ങളാണ് ഒന്നാമതായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത്രയേ ഒരാൾക്ക് ചോദിക്കാവൂ എന്ന് പ്രത്യേക നിബന്ധനകൾ നമ്മുടെ മുഖാമുഖങ്ങളിൽ നമ്മൾ വെക്കാറില്ല. സമയപരിമിതി നമ്മളെല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. തൊട്ടു ബാക്കിൽ ചോദിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുകയും ചെയ്യുക. സംശയം ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമായെങ്കിൽ അടുത്ത ആൾക്ക് മൈക്ക് കൈമാറാം. ആവശ്യമെങ്കിൽ 2, 3, 4, 5 തവണ അവർക്ക് ചോദിക്കാം. ഇനിയും കൂടുതൽ ചോദ്യമുണ്ടെങ്കിൽ തൊട്ട് ശേഷമുള്ള ആൾക്ക് തൽക്കാലം മൈക്ക് കൈമാറി അയാളുടേത് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് ആളുകളില്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യകർത്താവിന് വീണ്ടും മൈക്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് 10 മണി വരെയുള്ള 1.5 മണിക്കൂർ സമയം നമുക്ക് ചോദ്യോത്തരത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതല്ല ആർക്കും സംശയമൊന്നുമില്ലെങ്കിൽ അതിന് മുമ്പേ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവുമൊക്കെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എനിക്കുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിയായ ഹദീസും ലൈഫായ ഹദീസും ഉണ്ടല്ലോ, ഇതിന് നടുക്ക് വല്ല ഹദീസും ഉണ്ടോ? ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സ്വഹീഹായ ഹദീസും ദഈഫായ ഹദീസും അത് രണ്ടിനും ഇടയിൽ മറ്റു വല്ല ഹദീസുകളുമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? അതേ ചോദ്യമാണ് എഴുതി കിട്ടിയത്. സുഹൃത്താണോ എഴുതിയത് അറിയില്ല. ശരി, അൽഹംദുലില്ലാഹ്. ഹദീസുകളെ പണ്ഡിതന്മാർ പല മാനദണ്ഡങ്ങൾ പ്രകാരം പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ സ്വഹീഹ്, ദഈഫ് എന്നിങ്ങനെ 2ആയി വേർതിരിക്കുന്നു. അഥവാ സ്വീകാര്യയോഗ്യമായ അമൽ ചെയ്യാൻ പറ്റാവുന്നത്
പറ്റാത്തത് എന്നർത്ഥത്തിൽ. എന്നാൽ ഈ സ്വഹീഹിന്റെ വിശദാംശങ്ങളിൽ ഉപവിഭാഗങ്ങൾ എമ്പാടുമുണ്ട്. ലഈഫിലെ വിശദാംശങ്ങളിലും ഉപവിഭാഗങ്ങൾ എമ്പാടുമുണ്ട്. പല കാരണങ്ങളാൽ ഒരു ഹദീസ് ലഈഫാണ്. ഒരു ഹദീസ് സ്വഹീഹാവാൻ 5 നിബന്ധനകളാണ് അതിൽ പാലിക്കപ്പെടേണ്ടത്. ഒന്ന്, അതിന്റെ പരമ്പര പ്രവാചകർ വരെ ചേർന്ന് കിട്ടണം. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ ഇമാം തുർമുദിയോ അടക്കമുള്ള ഇമാമുമാർ അവർ ആരിൽ നിന്നാണ് കേട്ടത്, ആ കേട്ടവർ ആരിൽ നിന്ന് കേട്ടു, അവർ ആരിൽ നിന്ന് കേട്ടു, അങ്ങനെ പോയി പ്രവാചകൻ വരെ കണ്ണി മുറിയാതെ പരമ്പര കിട്ടണം. ഇടയ്ക്ക് വെച്ച് കണ്ണി മുറിഞ്ഞു, അത് സ്വഹീഹല്ല. ഒരു താബിഈ പറഞ്ഞു ഖാല റസൂലുള്ളാഹ്, അത് സ്വഹീഹാവില്ല. താബിഈ ഏറെ വിശ്വസ്തനായിരിക്കാം, പക്ഷെ താബിഈ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചാൽ ആ ഹദീസ് നിരുപാധികം സ്വീകാര്യമല്ല. ആ ഹദീസിന് മുർസൽ എന്നാണ് പേര്. അതിനെ മുർസൽ എന്ന വകുപ്പിൽ പണ്ഡിതന്മാർ നീക്കിവെക്കുന്നു. ഇനി ആ മുർസൽ സ്വീകരിക്കാമോ ഇല്ലേ, അത് വിശാലമായ ഒരു ചർച്ചാ ലോകമാണ്. അത് ഏത് താബിഈയാണ് പറഞ്ഞത്, ആ താബിഈയുടെ ഈ രംഗത്തുള്ള പതിവെന്താണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ അതിൽ പ്രധാനമാണ്. ഒരു സൂക്ഷ്മതയും പാലിക്കാതെ ഏതിനും ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്ന സ്വഭാവമുണ്ട് എന്ന് അറിയപ്പെട്ടവരാണെങ്കിൽ അത് ഏതായാലും സ്വീകാര്യമല്ല. എന്നാൽ ആ താബിയുടെയും പ്രവാചകനെയും ഇടക്കുള്ളത് ഒരു സ്വഹാബിയാണ് എന്ന് ബോധ്യമായി കിട്ടിയാൽ പിന്നെ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. കാരണം ഒരു പക്ഷേ ഈ താബിഈ കേട്ടത് മറ്റൊരു താബിഈയിൽ നിന്നായിരിക്കാം, ആ താബിഈ കേട്ടത് വേറെ താബിഈനായിരിക്കാം, ആ താബിഈക്കായിരിക്കാം സ്വഹാബിന് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് നഷ്ടപ്പെട്ടത് ആരാണ്, എത്ര പേരുണ്ട് എന്ന് അറിയാൻ നിർവാഹമില്ലാത്തതിനാൽ ഞാൻ തൽക്കാലം അതിനെ മാറ്റിവെക്കുന്നു. ഈ മുർസൽ എന്ന ഹദീസിനെ കുറിച്ച് തന്നെ 3 വീക്ഷണം പണ്ഡിത ലോകത്ത് പ്രധാനമായി ഉണ്ട്. ഒന്ന്, താബിഈകളുടെ മുർസലുകൾ നിരുപാധികം സ്വീകരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫിഈ ആ പക്ഷക്കാരാണ്. എന്നാൽ നിരുപാധികം അത് തള്ളേണ്ടതാണ്, സ്വീകാര്യമല്ല, അതിൽ നിന്ന് പ്രവാചകനിലേക്ക് എത്തിയ പരമ്പര പൂർണ്ണമായും കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വിശ്വസ്തമായ ആളുകളിൽ നിന്ന് തനിക്ക് തീർത്തും ബോധ്യമുള്ളയിടത്ത് മാത്രമേ ആ താബിഈ അങ്ങനെ പറയാറുള്ളൂ എന്ന് അറിയപ്പെട്ട താബിഈയാണെങ്കിൽ അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞവരുമുണ്ട്. അതൊക്കെ സൂക്ഷ്മമായ ചർച്ചകളാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ അമൽ ചെയ്യാവുന്ന ഹദീസുകളെ സ്വഹീഹ് എന്നും അമൽ ചെയ്യാൻ പറ്റാത്ത ഹദീസുകളെ ലഈഫ് എന്നും വേർതിരിക്കുന്നു. ഇനി ആ സ്വഹീഹിൽ തന്നെ വ്യത്യസ്ത മർത്തബ, സ്വഹീഹുൻ ലിദാത്തിഹി, സ്വഹീഹുൻ ലിഗൈരിഹി. അതിൽ തന്നെ തൊട്ടു താഴെ വരുന്ന ഒന്നാണ് ഹസനുൻ ലിദാത്തിഹി, ഹസനുൻ ലിഗൈരിഹി. അതെല്ലാം സ്വഹീഹ് എന്ന ആ പൊതു വിഭജനത്തിലാണ് ഉൾപ്പെടുന്നത്. ഹസനായ ഹദീസ്, ദുർബലമല്ലാത്ത, എന്നാൽ സ്വഹീഹ് എന്ന് മുതലക്കായി പറയാൻ കഴിയാത്ത ചില ഹദീസുകൾ, അതാണ് ഹസൻ എന്ന് വിളിക്കപ്പെടുന്നത്. എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉള്ളത് കൊണ്ട് അതിൽ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടു. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്ന മറ്റു ചില വഴികൾ കിട്ടി, ആ വഴികളാൽ ഇത് പരിഹരിക്കപ്പെട്ടു. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹദീസ് 3 പരമ്പരയിൽ കിട്ടി. 3 പരമ്പരയിലും എന്തോ ചില പോരായ്മകളുണ്ട്. ഒരു പരമ്പരയിലുള്ള പോരായ്മയല്ല മറ്റേ പരമ്പരയിലുള്ളത്, ആ പരമ്പരയിലെ പോരായ്മയല്ല മൂന്നാമത്തതിലുള്ളത്. അഥവാ ഇതിലെന്താണോ പ്രശ്നം, ഈ പ്രശ്നം രണ്ടാമത്തേതിലില്ല. അതിലെന്താണോ പ്രശ്നം, അത് ഒന്നിലില്ല, മൂന്നിലുമില്ല. മൂന്നിലെന്താണോ പ്രശ്നം, അത് ഒന്നിലും രണ്ടിലുമില്ല. ഇങ്ങനെ വ്യത്യസ്ത പരമ്പരകളിൽ വന്നു. എല്ലാ പരമ്പരയിലും എന്തെങ്കിലും പോരായ്മയുണ്ട് താനും. ഇത് പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ ഈ ഹദീസിന് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ ഇതിന് ഒരു അടിസ്ഥാനമുണ്ട്. ഷവാഹിദുകൾ, തവാബിഉകൾ എന്ന പേരിൽ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഷാഹിദുകൾ കൊണ്ട്, താബിഈകൾ കൊണ്ട് വന്നത് ഒരു പക്ഷേ സ്വഹീഹ് എന്ന മർത്തബയിലേക്ക് ഉയരും. ചിലപ്പോൾ സ്വഹീഹ് എന്ന മർത്തബയിലേക്ക് ഉയരാൻ മാത്രം പര്യാപ്തമല്ല എന്നുള്ള ലഈഫ് അല്ലാതെ തെളിഞ്ഞു. അപ്പൊ അതിനെ ഹസൻ എന്ന വകുപ്പിൽ മാറ്റിവെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 5 നിബന്ധന വെക്കണം സ്വഹീഹാവാൻ. 1, പരമ്പര ചേർന്നു വരണം. 2, ആ പരമ്പര റിപ്പോർട്ടർമാര് മുഴുവനും നീതിമാന്മാരായിരിക്കണം. ഒരാൾ നീതിമാനല്ലാത്തത് അതിലുണ്ടെങ്കിൽ പരമ്പര ചേർന്ന് വന്നാലും ശരി അത് സ്വഹീഹല്ല. 3, അവരെല്ലാം പരിപൂർണമായ ലൊബത്തുള്ള ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കണം. ഓർമ്മപ്പശക് പറ്റുന്ന റാവിയാണ് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ റാവിയുടെ നിരുപാധികം സ്വീകാര്യമല്ല. ചില റിപ്പോർട്ടർമാർ 70-ാമത്തെ വയസ്സിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് ചരിത്രം എഴുതപ്പെട്ടവരുണ്ട്. എങ്കിൽ അവർ ഒരു ഹദീസ് പറഞ്ഞാൽ നിരുപാധികം സ്വീകാര്യമല്ല.
70-ാമത്തെ വയസ്സിന് മുമ്പാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് തെളിഞ്ഞു കിട്ടിയാൽ അത് സ്വീകരിക്കും. 70-ന് ശേഷമാണ് അത് പറഞ്ഞത് എന്ന് തെളിഞ്ഞു കിട്ടിയാലോ നിരുപാധികം സ്വീകരിക്കില്ല. അതിന് പിൻബലം വേറെ കിട്ടണം. ഏതു സമയത്താ പറഞ്ഞത് എന്ന് നമുക്ക് ചരിത്രം കിട്ടിയില്ല എങ്കിൽ അത് തൽക്കാലം മാറ്റിവെക്കുന്നു. മറ്റൊരു പിൻബലം കിട്ടുമെങ്കിൽ അപ്പോൾ അത് സ്വീകരിക്കാം. അതാണ് 3-ാമത്തെ നിബന്ധന. 4-ാമത്തെ നിബന്ധന, അത് വ്യക്തമായി വളരെ പ്രചാരം കിട്ടിയ വിശ്വസ്തരായ റിപ്പോർട്ടർമാരാൽ ഉദ്ധരിക്കപ്പെട്ട മറ്റു റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി വരാൻ പാടില്ല. 10-15 സ്വഹാബിമാരിൽ നിന്ന് സർവ്വസ്വീകാര്യമായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ എമ്പാടും ഒരു ഭാഗത്ത് അവയ്ക്ക് വിരുദ്ധമായ ഒരു റിപ്പോർട്ട് വന്നു, പരമ്പര ചേർന്ന് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർമാർ വിശ്വസ്തരാണ്, അവരെല്ലാം നീതിമാന്മാരാണ്, അവരെല്ലാം ഓർമ്മശക്തിയുള്ളവരാണ്. പക്ഷെ ഉദ്ധരിച്ച കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട മറ്റൊരു അധ്യാപനത്തിന് ഘടകവിരുദ്ധമാണ്. ഒരു നിലക്കും അത് പരസ്പരം സംയോജിപ്പിക്കാൻ സാധിക്കുന്നില്ല. വൈരുദ്ധ്യമായി ചിലത് തോന്നാം പ്രത്യക്ഷത്തിൽ. ഹദീസുകൾ ഖുർആനും ഹദീസും തമ്മിലോ, ഖുർആനും ഖുർആനും തമ്മിലോ, ഹദീസും ഹദീസും തമ്മിലോ വൈരുദ്ധ്യമുണ്ടാവില്ല, നേരത്തെ വിശദീകരിച്ചു. പക്ഷെ നമ്മുടെ പഠനത്തിൽ വൈരുദ്ധ്യമായി തോന്നാം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള തകരാറ് കൊണ്ടായിരിക്കാം. അവിടെ വൈരുദ്ധ്യമായി വരുമ്പോൾ അവിടെ 3 രീതിയാണ് സ്വീകരിക്കുക. ഒന്ന്, രണ്ടും കൂടെ സംയോജിപ്പിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കണം. രണ്ടും സ്വീകരിക്കാൻ വല്ല മാർഗവുമുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇന്ന പശ്ചാത്തലത്തിലാണ്, മറ്റേത് മറ്റൊരു പശ്ചാത്തലത്തിലാണ് എന്ന് മനസ്സിലായാൽ പ്രശ്നം തീർന്നു, ജംഅ് ചെയ്യുക എന്ന് പറയാം. അങ്ങനെ ഒരു നിർവാഹവുമില്ല, ജംഅ് ചെയ്യാൻ ഒരു വഴിയുമില്ല എങ്കിൽ 2-ാമത്തെ മാർഗം, 2-ൽ-1 പ്രാമുഖ്യം നൽകാൻ വല്ല വഴിയുമുണ്ടോ നോക്കണം. തർജീഹ് എന്ന് പറയും. 2-ൽ-1 പ്രാമുഖ്യം നൽകാൻ. അപ്പോൾ ഒന്ന് കൂടുതൽ ബലപ്പെട്ട പരമ്പരയിൽ വന്നു, ധാരാളം റിപ്പോർട്ടുകൾ വന്നു, അത് സർവ്വസ്വീകാര്യമായി പ്രചാരം കിട്ടിയ സംഗതിയുമാണ്, മറ്റത് അത്ര തന്നെ പ്രചാരമുള്ളതല്ല എങ്കിൽ അത് വെച്ചുകൊണ്ട് ഏറ്റവും പ്രചാരമുള്ള, ഏറ്റവും സ്വീകാര്യോഗ്യമായി വന്നത് സ്വീകരിക്കും. മറ്റേത് തള്ളുകയല്ല, തൽക്കാലം മാറ്റിവെക്കും. തള്ളുകയല്ല, തൽക്കാലം മാറ്റിവെക്കും. ആ വിഷയത്തിൽ കൂടുതൽ പഠിക്കുമ്പോൾ ഒരു പക്ഷേ വല്ല വിവരവും പുതിയതായി കിട്ടുമ്പോൾ നമുക്കൊന്ന് പരിഹാരം കാണാം എന്ന നിലക്ക് തൽക്കാലം അതിനെ മാറ്റിവെച്ച് മറ്റൊരു പ്രകാരം അമൽ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സ്വഹീഹ് ദഈഫ് എന്ന് ബേസിക്കലായി 2ആക്കി വേർതിരിക്കുന്നു. അതിൽ തന്നെ സ്വഹീഹിനും ദഈഫിനും ഒരുപാട് വകഭേദങ്ങളുണ്ട്. ദഈഫിനത്തിൽ മൗദൂഅ് വരുന്നു. ഇനി ദഈഫിൽ തന്നെ വ്യത്യസ്ത കാരണങ്ങൾ ദഈഫായതുണ്ടാകും. ഓർമ്മശക്തി കുറഞ്ഞത് കൊണ്ട് ദഈഫാകും, ഒരു റിപ്പോർട്ടർ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ദഈഫാകും, ഒരു റിപ്പോർട്ടർ നീതിമാൻ അല്ലാത്തത് കൊണ്ട് ദഈഫാകും, ഒരു റിപ്പോർട്ടർ സാധാരണ ജീവിതത്തിൽ കളവ് പറഞ്ഞത് കൊണ്ട് ആ ഹദീസ് ദഈഫാകും, ഒരു റിപ്പോർട്ടർ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞത് കൊണ്ടും ഒരു ഹദീസ് ദഈഫാകും. ഇതെല്ലാം ഒരേ കാറ്റഗറിയല്ല, അതെല്ലാം വ്യത്യസ്തമാണ്. ഇനി സ്വഹീഹിൽ തന്നെ ഒരു പരമ്പരയിലൂടെ കിട്ടിയതുണ്ട്, 2 പരമ്പരയിലൂടെ കിട്ടിയതുണ്ട്, 3 പരമ്പരയിൽ കിട്ടിയതുണ്ട്, 4 പരമ്പരയിൽ കിട്ടിയതുണ്ട്, ധാരാളം പരമ്പരയിലൂടെ കൈമാറി 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 വന്നവയുണ്ട്. അതിന് മൊത്തത്തിൽ മുതവാത്തിർ എന്നും ആഹാദ് എന്നും വേർതിരിക്കും. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ശൃംഖലയായി, സംഘമായി കൈമാറിപ്പോന്നത്. അല്ലാത്തത് ആഹാദ്. ആഹാദിൽ തന്നെ ഒറ്റ പരമ്പരയിലൂടെ വന്നതാണെങ്കിൽ ഒരീബ്, 2 പരമ്പര വന്നതാണെങ്കിൽ അസീസ്, 3 പരമ്പര വന്നതാണെങ്കിൽ മഷ്ഹൂർ. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളം ചർച്ചകളുള്ള, ഒരുപാട് വകഭേദങ്ങളുള്ള വിശാലമായ ഒരു ലോകമാണ് ഹദീസിന്റെ നിദാനശാസ്ത്രം എന്നുള്ളത്. ബേസിക്കലായി നമുക്ക് പറയുമ്പോൾ സ്വഹീഹും ദഈഫും എന്ന് പറയാം. ആ സ്വഹീഹിൽ പെട്ട മറ്റൊന്നാണ്, അതിന്റെ ദറജയിൽ കുറച്ചുകൂടി താഴെയുള്ളതാണ് ഹസൻ. എന്നാൽ അമൽ ചെയ്യുന്ന വിഷയത്തിൽ ഹസനും അമൽ ചെയ്യേണ്ടതാണ്, സ്വഹീഹും അമൽ ചെയ്യേണ്ടതാണ്. ദഈഫോ മൗദൂഅ അമൽ ചെയ്യാവതല്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിദ്ദീഖ്. ജിന്നിനോടുള്ള സഹായത്തേട്ടം സിർക്കാണെന്ന് KNMന്റെ വാദം ശരിയാണോ തെറ്റാണോ? KNMന് അങ്ങനെ വാദമില്ല. KNM ലേബൽ വ്യാജമായി ഉപയോഗിക്കുന്ന ചില ആളുകൾ പിൽക്കാലത്ത് ഉണ്ടാക്കി വിട്ട ചില വസ്വാസുകളുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അത്. മുസ്ലിം ലോകം പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ പഠിച്ചതും പ്രാവർത്തികമാക്കിയതും മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം അത്രയും പഠിപ്പിച്ചതും റഹ്മാനായ റബ്ബിലേക്ക് പോകേണ്ടുന്ന ഒരു തേട്ടം, അത് ജിന്നിലേക്ക് പോയാൽ ശിർക്ക് തന്നെയാണ്, സംശയമില്ല. അത് ജിന്നായാലും ഇൻസായാലും
പക്ഷിയായാലും മൃഗമായാലും കല്ലായാലും ഏതായാലും ശരി, റബ്ബിലേക്ക് മാത്രം പോകേണ്ടുന്ന ഒരു തേട്ടം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞ ആയത്തിൽ ഏതു സഹായത്തേട്ടമാണോ ഉദ്ദേശിക്കപ്പെട്ടത്, ആ സഹായത്തേട്ടം ജിന്നിനോട് നടത്തിയാൽ ശിർക്ക്. ആ ജിന്ന് മുമ്പിൽ വന്നാലും ശിർക്ക്, ആ ജിന്ന് ജീവനുള്ള ജിന്നാണെങ്കിലും ശിർക്ക്. അത് താങ്കൾ എന്നോട് നടത്തിയാലും ശിർക്ക്, ഞാൻ താങ്കളോട് നടത്തിയാലും ശിർക്ക്. അവിടെ ജിന്ന് ഇൻസ് വ്യത്യാസമില്ല, ജീവനുള്ളതില്ലാത്തത് വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. ഏത് മഖ്ലൂക്കിനോടായാലും അത് ശിർക്ക്. അത് ഇൻസാണെങ്കിൽ കുഴപ്പമില്ല, ജിന്നാണെങ്കിൽ കുഴപ്പമുണ്ട് എന്നൊന്നില്ല. ചിലർ അങ്ങനെ മനസ്സിലാക്കി, ഇൻസ് ഒഴിവാണ്, ജിന്ന് ഒഴിവായിട്ടില്ല, അവിടെ ഇൻസിനോടാവാം, ജിന്നോട് പറ്റില്ല. അതും തെറ്റാണ്. ഇനി ജിന്നിനോട് ഏതർത്ഥത്തിലും സഹായം തേടാമെന്ന് പറഞ്ഞാലോ അതും തെറ്റാണ്. ഈ സഹായാർത്ഥന ജിന്നിനോട് നടത്തിയ ശിർക്ക് അല്ല, വസിയത്തു ശിർക്ക് ആകൂ എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. അതുകൊണ്ട് KNM എന്ന മഹാപ്രസ്ഥാനം രൂപീകൃത കാലം മുതൽ പറഞ്ഞു വന്നതും അതിനു മുമ്പേ തൗഹീദ് ആദർശം പ്രചരിപ്പിച്ച ആലിമീങ്ങൾ പണ്ഡിതന്മാര് പ്രചരിപ്പിച്ചതും പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതും ഇതാണ്: ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ സഹായാർത്ഥന ഏതാണോ അത് റബ്ബല്ലാത്ത ആരോടാണെങ്കിലും ശിർക്കാണ്. അത് ശിർക്കല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണ്. അതല്ലാത്ത ഒന്ന് നടത്തിയാലും ശിർക്കാണെന്ന് പറഞ്ഞാലോ അതും തെറ്റാണ്. അതാണ് വ്യത്യാസം. ഗൈബായ ജിന്നിനോട് ഏത് സഹായമാണ് ശിർക്കാവാത്തത്? ഇപ്പൊ തന്നെ ഇയ്യാക നസ്തഈൻ പറഞ്ഞ ഇസ്തിആനത്ത് ഏതാണോ അതല്ലാത്തത്. വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞ നിങ്ങൾ മുമ്പ് വസീയത്തു ശിർക്ക് എന്ന് പറഞ്ഞത് ജിന്ന് വിഷയത്തിൽ മാത്രമുള്ള ഒന്നല്ല. ലോകത്ത് ശിർക്കുണ്ടാകുന്നതിന് മുമ്പുണ്ടായത് വസീയത്തു ശിർക്കാണ്. ലോകത്ത് ആദ്യമുണ്ടായത് ശിർക്കല്ല, ആദ്യമുണ്ടായത് വസീയത്തു ശിർക്കാണ്. ചില ആളുകൾക്ക് വിചാരിച്ചത് ഇപ്പൊ ഞങ്ങൾ കുറച്ചാൾ കൂടി ഉണ്ടാക്കിയതാ വസീയത്തു ശിർക്ക് എന്നാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് ആദ്യമുണ്ടായത് വസീയത്തു ശിർക്ക, ശിർക്കല്ല. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് തൊട്ട് മുമ്പുള്ള ജനതയിലാണല്ലോ ശിർക്ക് വന്നത്. ആ ശിർക്ക് വരുന്നതിന് മുമ്പ് അവര് വസീയത്തു ശിർക്ക് വന്നിട്ടുണ്ട്. വസീയത്തു ശിർക്ക് എന്ന് പറഞ്ഞാൽ അറബി കേൾക്കുമ്പോഴേ ചിലർക്ക് പ്രയാസമുള്ളൂ. മലയാളത്തിൽ പറഞ്ഞ പ്രശ്നം ശിർക്കിലേക്കുള്ള മാർഗം, ശിർക്കിലേക്കുള്ള മാർഗം. ശിർക്ക് ലോകത്തുണ്ടോ അതിലേക്കൊരു മാർഗം ഉണ്ടാവും എന്നല്ല, പലപ്പോഴും മാർഗമാണ് ആദ്യം ഉണ്ടാവുക. ഒരു വീട് പണിയുമ്പോൾ ആദ്യം ഉണ്ടാവുക വീട്ടുകളെ വഴിയാണ്. കാരണം കല്ലിറക്കണം, മണ്ണിറക്കണം, സിമെന്റ് കൊണ്ടുപോകണം, വണ്ടി അങ്ങോട്ട് പോകണം, ആദ്യം റോഡ് ഉണ്ടാക്കും, പിന്നെ വീടുണ്ടാവുക. ഏതും അങ്ങനെയാണ്. ഒരു ജാറമുണ്ട്, ദർഗയുണ്ടെങ്കിൽ ദർഗയ്ക്ക് ഒരു വഴിയുണ്ട്. ആ വഴി ശിർക്കുകളെ വഴിയാണ്, വസീയത്തു ശിർക്കാണ്. ദർഗയ്ക്ക് പോണ ആ വഴി, അതിന് വേണേ ഭാഷാപരമായി നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ലോകത്ത് ആദ്യമുണ്ടായത് വസീലത്തു ശിർക്കാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികൾ. കാരണം അന്ന് അവർ ആദ്യം ചെയ്തത് എന്താ? 5 മഹാന്മാർ രൂപമുണ്ടാക്കി വെച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം തുഅബദ്, അന്നവർ ആരാധിക്കപ്പെട്ടിട്ടില്ല. 5 മഹാന്മാർ രൂപമുണ്ടാക്കിയപ്പോൾ ആ മഹാന്മാരെ ആരാധിച്ചിട്ടില്ല. പിന്നീട് രൂപമുണ്ടാക്കിയവർ മരിച്ചു തീർന്നു, മക്കളും പേരമക്കളുമായി തലമുറകൾ മാറി വന്നു. വനുസിഖത്തിൽ ഇൽമു, ഈ മഹാന്മാരെ കുറിച്ചുള്ള അറിവ് അവിടുന്ന് ഇല്ലാതായി. കണ്ടവരും കണ്ടവരെ കണ്ടവരൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ വന്നവർ കാണുന്നത് 5 രൂപങ്ങളാണ്. ആ ഘട്ടം എത്തിയപ്പോഴാണ് ഉബിദത്ത്, അവർ ആരാധിക്കപ്പെട്ടത്. അപ്പോഴാ ശിർക്കുണ്ടായത്. അപ്പൊ ശിർക്കുണ്ടാകുന്നതിന്റെ 1, 2, 3 തലമുറ മുമ്പ് വസിയത്തു ശിർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാരും കണ്ടുപിടിച്ച ഒന്നല്ല വസിയത്തു ശിർക്ക്. ഇനി ജിന്ന് വിഷയത്തിൽ മാത്രമുള്ളതുമല്ല വസിയത്തു ശിർക്ക്, അത് ഇൻസിന്റെ വിഷയത്തിലും വസിയത്തു ശിർക്ക് ഉണ്ട്. ഇസ്ലാമിൽ ഏതു കാര്യം ശിർക്കിലേക്ക് എത്തിക്കുമോ അതെല്ലാം ഹറാമാണ്. ഏത് കാര്യം ഹറാമിലേക്ക് എത്തിക്കുമോ അതും ഹറാമാണ്. ഏത് കാര്യം വാജിബിലേക്ക് എത്തിക്കുമോ അതെല്ലാം വാജിബാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് പൂർത്തിയാവാൻ എന്തൊക്കെ വേണോ അതെല്ലാം വാജിബ്. നിസ്കാരം നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ വുളു നിർബന്ധമാണ് എന്ന് കിട്ടി ആ ആയത്തിൽ നിന്ന് തന്നെ.